എന്താ സണ്ണി എന്താണ് പറഞ്ഞത്? ഞങ്ങൾ നിർത്തി കാശുണ്ടാക്കാനുണ്ട്. കൊണ്ടുപോകുന്നുണ്ടോ? അമേരിക്ക കൊടുത്ത് കാശുണ്ടാക്കാനുണ്ട്. ഞാൻ നീലാങ്കര, എനിക്കൊരു കയ്യേ ഉള്ളൂ. ഭാര്യയ്ക്ക് ഒരു ചാൻസ് കിട്ടാൻ അതെ, കൈയൊക്കെ തോളന്ന് കൈ തോത്തിട്ട് ഞാനങ്ങനെ ആർക്കും നിന്നൊന്നും കൊടുക്കാറില്ല കേട്ടോ. പിന്നെ അത്ര സ്മാർട്ടാണ്, തണുത്താനങ്ങ് പറഞ്ഞോളൂ അല്ലേ. വന്നേ വന്നേ, എല്ലാവരും വന്നേ. ഷർട്ടൊക്കെ നന്നായിട്ട് കിട്ടണേ. കണ്ണൊക്കെ ചെറിയാന്ന്. സാരി ഒന്നും വേണ്ടതല്ലേ? ബോബി വയറ് ശരിക്കും തള്ളി പിടിച്ചു. മാല അത് മുഴുവൻ കയറത്തില്ല. ഒരു വല്യമയും കൂടെ വരുന്നുണ്ട്. ഒരു വല്യമ്മയാണ്, രണ്ട് വല്യമ്മ. അപ്പുറം ഇവിടെ നിന്നാ മതി. ഇതിലേതാ മൂത്തതെന്ന് ആർക്കറിയാം? ഇതാരാ ചേർത്തി? ചേർത്തി ഇതേതാ ഇവളാണ് ഇനി അടുത്ത സ്ഥാനാർത്ഥി. അവരെ ഒന്നിച്ച് നിർത്തിക്കേ. എന്റെ വേഷം ഭയങ്കര അമ്മ ഇറങ്ങിക്ക. ഇതൊക്കെ പറഞ്ഞേ അമ്മച്ചി. ഷെയ്ഡ് മൊത്തം എന്താ അമ്മച്ചി മോനോട് പറയാനുള്ളേ? ഞാനത് അയച്ചു കൊടുത്തോളാം അമ്മച്ചി. എന്നാ പറയാനുള്ളത് ബേബാവിനോട് വല്ലതും പറയണോ? ദേവിയോട് പറയാനുള്ളതെല്ലാം പറയാൻ. അതെങ്ങനെ രാത്രി പറയുന്നത്? ഇതെന്നാണ് പാടാം? എടുത്തു വായിച്ചോ? എടുത്തു വായിച്ചോ? അങ്ങോട്ട് ഇരുത്താൻ പറ്റേ. അമ്മച്ചി അങ്ങോട്ട് ഇരിക്കാൻ വിളിക്കുന്നു. എടുക്കുക. പിന്നെ അമ്മച്ചോട് ഒന്നും പറയത്തോളാം. മതി.
ഇതിന് ഞാൻ ഒരാളെ ചെയ്തിരിക്കുക. ഇത്രയെല്ലാം ബഹളം നടന്നാൽ അപ്പാപ്പനകത്ത് ഇരിക്കത്തേ ഉള്ളൂ. ഒന്നും പറയാനില്ല ബേബി. അപ്പാപ്പൻ എത്ര പൊറോട്ടയാ അപ്പാപ്പ? കേൾക്കാം, ഇതിനകത്ത് അവിടെ ചെല്ലുമ്പോ എല്ലാം അറിയും. പറയുന്നതല്ല അവിടെ കേൾക്കാം. എല്ലാരും കൂടി ചേർന്ന് ഒരു പാട്ട് പാടിക്കും. അന്നേരം എല്ലാം അങ്ങ് എന്നോളൂ. ബാറ്ററി ഇല്ല, ബാറ്ററി ആണ് എൻ്റെ കവറിനകത്തുണ്ട് ബാറ്ററി. അവര് മുങ്ങി ഒഴിയും. എന്താ വൃത്തികേടാ കാണിച്ചത്? പക്ഷെ ഇത് സഹിക്കുകയല്ലോ കേട്ടോ. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല നിന്നായിരുന്ന കാര്യത്തില്. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനായതുകൊണ്ടോ കേട്ടോ. പോട്ടെ, അതിന്റെ കമ്മീഷൻ നന്നാക്കാടോ. നമ്മളൊക്കെ ഇന്ന് കൊടുക്കുന്നത്. എന്നോട് ഇന്നലെ പറഞ്ഞു കടം മേടിച്ചൊക്കെ വന്നത്. തരുന്നില്ല. ഏതൊക്കെയാണ് നിന്ന് വല്ല കയ്യോ കാലോ വല്ല ഒടിച്ച് കാണിക്കണോ? കണ്ണടക്കണോ? എന്തോ ലോകേഷിനോടൊക്കെ എന്താ പറയാനുള്ളത്? ലോഹിസിനോട് പറയാനുള്ളതല്ലാന്ന് പറയാം. പിന്നെ ശബ്ദം മുഴുവൻ കിട്ടും. ശബ്ദവും കിട്ടും, ഫോട്ടോയും കിട്ടും. നിങ്ങൾ പറഞ്ഞോണ്ടാ അതിന് അല്ല എഴുതിയാൽ മതി. ഇപ്പം ലോകേഷ് നന്നായില്ലെന്ന് മമ്മിക്ക് ഒരു സങ്കടമുണ്ട്. അപ്പൊ ഞാനിന്നേരം മമ്മിയോട് പറഞ്ഞു, റോയും മണ്ണും കൂടൊന്നും വെച്ചിട്ടില്ല, അവരോട് പേടിക്കാനില്ല. ഇനിയിപ്പോ ഇവിടെ ഷെയർ കല്യാണം കഴിയുന്നല്ലേ? എന്നാ ഉണ്ടോ പറയാനായിട്ട്? ഇവിടുത്തെ കമ്മീഷണർ എനിക്ക് ഞാൻ സന്തോഷമായിട്ട് ക്രിസ്മസ് പാട്ടിന് ടിവിക്കകത്തുണ്ടല്ലോ. പാട്ടിനകത്ത് അവിടെ ജോജൻ യോഗത്തിനില്ലായിരുന്നോ? ജോജൻ യോഗത്തിനൊന്നുമില്ലായിരുന്നോ? ഞാനോ? ഞാനും പറഞ്ഞില്ല. ഞങ്ങള് ഇടയ്ക്ക് ഇന്നലെ മാലിന് കുറവായി. ആട്ടിന്റെ ഓക്സിജനൊക്കെ കൊടുത്തു. അവർക്ക് എന്നാ പ്രായമുണ്ട്? 80 ഉണ്ടോ? 5ാമത്തെ കുഞ്ഞറായല്ലോ, 6ാമത്തെ സാറാമത്തെ. ആ മൂത്ത അടിയൻ കിഡ്നിക്ക് പ്രയാസമായിട്ട് ഡയാലിസിസ് എടുക്കാനായിട്ട് കണ്ണഴ ആശുപത്രിയിൽ ഇന്നലെ ഞാൻ അഡ്മിറ്റായി. ഇന്നലെ ഒന്ന് ചെയ്തു, ഇന്നാന്ന് ഇന്നൊന്നുകൂടെ ചെയ്യുന്നുണ്ട്. പോയി കണ്ടേക്കോളാന്നുള്ളൊരു വണ്ടിയുണ്ട്. സാറമ്മ പേപ്പറിനകത്ത് കണ്ടായിരുന്നു. സാറമ്മ പേപ്പറിനകത്ത് കണ്ടായിരുന്നു. വണ്ടി ഇല്ലായിരുന്നു. പേപ്പറിനകത്ത് ഞങ്ങളുടെ ഇല്ലാഞ്ഞിട്ട് ഞങ്ങള് ഇത് കെട്ടി വെച്ചതാണ്. പേപ്പറിനകത്ത് ഇങ്ങനത്തെ ഞാൻ ഇന്നലെ ഇത് കണ്ടപ്പോ ഞാൻ ഓർത്തില്ല. ഞാൻ അറിയുന്ന ഒരാളാണുള്ള കണ്ട് നല്ല പരിചയമുള്ള അല്ല അങ്ങനെ ആശുപത്രി. ആദ്യം തിരുവനന്തപുരത്ത് അവിടെ തിരുവല്ലയിലായിരുന്നു. അവിടെ 2 ആഴ്ച കിടന്നു. അത് കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്ന് അവര് പറഞ്ഞു ഡയാലിസിസ് ചെയ്യണം. അതിന് കിഡ്നി 90%. ചക്കച്ചൻ ഓർക്കുന്നുണ്ടോ സാറമ്മയ്ക്ക്? സാറാമ്മ ഞാൻ ഒരു പ്രായം, എനിക്ക് 66 വയസ്സാണ്. ഞങ്ങളുടെ പാസ്റ്റർ കേക്കച്ചെറിയാണ് കേട്ടോ. കേക്കച്ചെറിയാണ് ഞങ്ങളുടെ പാസ്റ്റർ. ഇവിടെ വന്നിരുന്ന ഓർക്കുന്നില്ലേ? ഞാനും ചെറിയ ഞങ്ങളുടെയൊക്കെ അന്വേഷണം എന്തോ കുഞ്ഞുമോക്കും ചെറിയാച്ചനും ഒക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. എന്നാ സാറിന് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. ആണോ? ചെറുപ്പത്തിലെ കാര്യമൊക്കെ അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് കമ്പ്യൂട്ടറിൽ ഇപ്പൊ ബുദ്ധനായിട്ട് ഒന്നും പിടിക്കും. കുഞ്ഞുങ്ങളെ അവിടെ മക്കളുടെ പേര് പോലും അമ്മയോട് ചോദിച്ചപ്പോൾ അതങ്ങനെ ആയി വന്നപ്പോ അവളെ വിളിക്കുന്ന
പഠിച്ചവരെല്ലാം പഠിച്ചവരെല്ലാം കുഞ്ഞുങ്ങൾ ഞാൻ അച്ഛനെ പോലെ എന്റെ അപ്പനെ പോലെ തങ്കമ്മ അച്ഛനെ പോലെ കുറച്ചൊക്കെ കാണും അമ്മച്ചിയുടെ കുറച്ചായപ്പോ അമ്മച്ചിയുടെ സൈസാണ് ഇപ്പൊ ഈ സംസാരമൊക്കെ വരുമോ? പിന്നെ അമ്മണിയോടൊക്കെ പറയേണ്ടതൊക്കെ പറയണ്ടേ പിന്നെ ഇതിന്റെ കോപ്പി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ന്യൂയോർക്കാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അറിയാമൊക്കെ പറഞ്ഞു അതിനാ ഞാൻ അമ്മോട്ടാരുടെ അപ്പമോട്ടാരുടെ വിവരം എടുക്കുന്നത്. ചോദിച്ചോ പറയാനുള്ളത് പറഞ്ഞു. ബാബുവിനോടൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ബേബിയോടൊക്കെ പറയാനുള്ള പറഞ്ഞോളെ. ഞങ്ങളുടെ സ്നേഹം ഒന്നും അറിയിക്കുക എല്ലാവരെയും. അത്രേ ഉള്ളൂ. എല്ലാവരും വളരെ സുഖമായിട്ടിരിക്കുന്നു. ചേച്ചാ ബേച്ചനൊന്നും പറയാനല്ലേ? ഞാൻ ഒരാച്ചനാടാ. കേട്ടോ വന്നേ, അവളെ പോകുന്നു വേണ്ട, അവളെ എടുത്തേല്ലെങ്കിൽ ഗ്രേസി ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഡയാനും സുസാനൊക്കെ അമ്മച്ചിക്ക് അങ്ങ് നിർബന്ധം, ഉടനെ അമ്മച്ചി അങ്ങ് പടം കാണുന്നവർ ഇന്ത്യയിലെ ദാരിദ്ര്യം ഇതൊരു വല്ലാത്തൊരു മോനെ ചെല്ലാം അങ്ങോട്ട്. മൂത്തത് മോള്, ബാക്കി രണ്ട് ആമ്പിള്ളേര്. മോള്, ബാക്കി രണ്ട് ആമ്പിള്ളേര്. ചോദിച്ചാല് വേറെ ഭാഗം നോക്കി എന്റെ മുഖത്ത് ചില്ലി ചിക്കന്, ചോറ്, കറി, ചിക്കൻ പയ്യ, ചിക്കൻ പയ്യ. ചിക്കൻ പയ്യ എന്തിയാ അവിടെ ഇരിക്കാം. ബ്രെഡ് ഉണ്ട്, എണ്ണയുടെ കുപ്പി, ഫിഷ്, ചിക്കൻ പയ്യ, മീൻ മപ്പാസ്. ഇതും പറഞ്ഞാട്ടെ, വല്ലതും പറഞ്ഞാട്ടെ. അവിടെ
ഇരിക്കട്ടെ സാരി ഇരുന്നേ ഗോപിച്ച പിന്നെ അതല്ല വേണ്ടേ. ഇതാണ് ബെനറ്റ്, ഇതാണ് മിസ്റ്റർ ബെനറ്റ്, അവറാച്ചൻ. മിസ്റ്റർ അവറാൻ ബെഞ്ചെടുക്കാൻ പറ്റില്ല, അവിടെ മീശ ഇച്ചിരി മൂക്കിനി എടുത്തോണ്ടാ. ഇന്നലെ അവരെ ഉണ്ടായിരുന്നോ ഇത് രാവിലെ മോഹൻ നടത്തുക അപ്പാച്ചിയുടെ ഇതുപോലാന്ന് പറഞ്ഞ അപ്പാച്ചിയുടെ ഇന്ത്യൻ അപ്പാച്ചി പഴയ കക്ഷിയല്ലേ. കൊച്ച ഇങ്ങോട്ട് നോക്കി വെച്ച പാല കൊടുക്കുന്നല്ല കാര്യം ഇങ്ങോട്ട് മാറി. അത് തന്തയല്ലേ. ഇവനാണ് ഒരു കൊച്ചന്റെ തന്ത. അടുത്ത സ്ഥാനാർത്ഥിയാണ്. അടുത്ത സ്ഥാനാർത്ഥി നിങ്ങളെല്ലാം നോക്കിയാൽ ഞാൻ തിരിച്ചു പോകും. അമ്മായി ഇപ്പം മരുമകൾക്ക് വിളമ്പോ കിടക്കുന്നത് ഒരിടത്തും കണ്ടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ ഉള്ളത്. ഇത് മോളാ. ഏനെ അമ്മായിയെ പോരൊക്കെ ഉണ്ടമ്മായി. എന്തമ്മായി അമ്മായിമ്മ പോരല്ലോ ഉണ്ടോന്ന് അത് ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ചോർച്ച ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് സാരിക്കത്. എന്നുവെച്ചെങ്കിൽ പോവുകയാണോ? ഇതാണ് ബോബിയുടെയും സാലിയുടെയും പൈതല്. ഇതാണ് ഞങ്ങളുടെ ജെനിഫർ ബേബി. ജെനിഫർ ബേബി ഫോട്ടോ എടുക്കാൻ നടന്നായിരിക്കും അല്ലേ? അതുകൊണ്ടാ ഇരിക്കുന്നല്ലേ? അപ്പന്റെ മോളല്ലേ? മൊത്തം ചിരിക്കടി. അനുസരിക്കാൻ രണ്ട് പെണ്ണ് എടുക്കുന്ന ആളിനെ കണ്ടത് പെണ്ണെ ഇവിടെ 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 വായിച്ചേ. ഇങ്ങോട്ട് നോക്കി. മോളെ ഇവിടെ 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 എടി മോളെ. ഇവളാണ് ചേർത്താനെ വല്യപ്പനാക്കിയത്. ഇതാണ് ബെന്നെ. അവള് കുതിച്ചായിരുന്നു. അവിടുത്തെ പാലായിലെ ഏത് കുടുംബം എടുത്താലും, കുട്ടപ്പള്ളി കുടുംബം, പടിഞ്ഞാറക്കര, ഇങ്ങനെ ഏത് കുടുംബം എടുത്താലും, ശ്രാമ്പിക്കര, തുരുത്തേര്, കുട്ടപ്പള്ളി, ഏത് കുടുംബം എടുത്താലും ഒരാളെങ്കിലും വിശ്വാസത്തില്ല. ഈ നാട്ടിലല്ലെന്നുള്ളതേ ഉള്ളൂ. പടിഞ്ഞാറക്കൻ മുൻപത്തിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ പറയുന്നുണ്ട്. എല്ലാരും കാണട്ടെ. ആഹാ പറയാൻ പായി. എന്റെ സഹോദരി ഇതാണ് പുതിയ നിയമത്തിലെ നവമിയും രൂത്തും അമ്മായിയമ്മയോട് പറ്റിയിരിക്കുന്നത്. ബോസ് അപ്പുറത്തിരിപ്പുണ്ട്. ബോസ് കളത്തിലാണ്ട് ചെയ്യുക.
അറിയാവുന്നതൊക്കെ പറയുക കാലത്തിൽ. കാലത്തിലല്ല സഹോദരി, കളത്തില്. ഒരു തംസപ്പിക്ക് വന്നത് കഴിക്കാൻ പറഞ്ഞില്ലല്ലോ ഒരു ഇതിലെങ്ങനെ അത് ചെയ്തത് അമ്മടി മാമ്മയുടെ പിള്ളേർ വന്നപ്പോ ഒരു തംസപ്പ് കൊടുത്തേ. പോയതാട്ടോ. കൊടുക്കുവോ? ജർമ്മനി കൊടുക്കുവോ? സൂക്ഷിച്ച എന്നോട് പറഞ്ഞു എന്താ കൊണ്ട് നടക്കുന്നു. മതിയോ? സൗകര്യം എഴുതി ചാറിനെ എടുത്ത് എല്ലാവർക്കും ചാറ് ഉച്ചയ്ക്ക് ഭയങ്കര വെള്ളം ഇങ്ങോട്ട് നോക്കാൻ ഞാൻ കൊടുക്കാം. വേണ്ട പിടിപ്പിക്കണ്ട, ഞാൻ ഒരു കേന്ദ്രമാക്കാൻ ക്യാൻസർ ഞാനെതിരായിരുന്നു. അതുകൊണ്ട് കേന്ദ്രമെല്ലാം അതിനകത്താകല്ലേ. അതുകൊണ്ട് ക്യാൻസർ ഞാൻ കുമ്മനാട് കൺവെൻഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ കോട്ടയത്ത് കൺവെൻഷൻ പിന്നെ ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ വിവരം ഇവിടുന്ന് ഒരു പാർട്ടി അവിടെ ഞാൻ ഒറ്റ കൊടുത്തു. അന്ന് രാത്രി ഇതിനകത്തൊന്ന് ഉൾക്കൊള്ളിക്കാതെ വേറൊരു കൺവെൻഷൻ, കോട്ടയം കൺവെൻഷൻ എന്ന് പറയുന്നത് വേറെ കൺവെൻഷൻ ആണ്. കൺവെൻഷൻ പറഞ്ഞാൽ ആ ദിവസം കുമ്മനാട് കൺവെൻഷന് മുമ്പ് തന്നെ. അപ്പൊ കുമ്മനാട് കൺവെൻഷൻ മുമ്പ് ഒരാഴ്ച മുമ്പ് പിന്നെ ഇവിടെ കോട്ടയം കൺവെൻഷൻ നടന്നു. അല്ല, കോട്ടയത്ത് ഞാൻ പെന്തക്കോസ്തുകാരുടെ വീടുകളിൽ നിങ്ങളുടെ വീടാണെന്ന് അത് ഞാൻ പിന്നെ പറയുന്നില്ല. ഇത്രയും അളിയന്മാരെല്ലാം മാമച്ച നിനക്കെന്നാ ചരിത്രത്തെ കുറിച്ച് പറയാം? മറ്റേ ഇവിടുത്തെ മോളെ എന്തൊക്കെ ചരിത്രോ? മോടെ പിന്നെ അമ്മച്ചി ഏത് സഭക്കാരത്തിയാ? പള്ളി സഭക്കാരത്തിയോ? രഫി മാറിക്ക മോളെ. ചരിത്രത്തിൽ എന്നൊക്കെയാ ഉള്ളത്? നിന്റെ അപ്പായുടെ പേര് യോഗത്തിന് പോയതും കണ്ട് യോഗത്തിന് ചരിത്രത്തില് നിന്റെ വായാടുത്തല എഴുതാൻ മേലടി. ഇന്ന് മോളെ ഞാൻ വിശേഷം വേദനയാണോ? ഉമ്മച്ചി വല്ലതും കഴിച്ചോ? മച്ചി മച്ചി കഴിച്ചല്ലോ. മച്ചി മക്കളോടൊക്കെ എന്നാ മച്ചി പറയണ്ടേ? അമ്മച്ചി മക്കളോട് എന്നാ പറയണ്ടേ? ഇങ്ങോട്ട് നോക്കിയേ മച്ചി, ഇങ്ങോട്ട് നോക്ക്, മോൻചാത്തിനെ നോക്കി. മക്കളോടൊക്കെ എന്നാ പറയണ്ടേന്ന്? ഇത് മോൻചാത്തിനെ നോക്കാം. ആ മക്കളോട് എന്നാ പറയുന്നോടും കുഞ്ഞോളും അച്ഛമ്മയോടും ചെല്ലാച്ചമ്മയോടും ഒക്കെ പറയേണ്ടി പറഞ്ഞു. ഇത് കണ്ട ഈ ചെറുക്കൻ അമ്മച്ചിയെ കണ്ടാണ് അമ്മച്ചിക്ക് വയ്യടാ ഇനി എടുക്കാൻ. അമ്മച്ചിക്കൊന്നും പറയാനല്ലേ മച്ചി?
ഏ ആ പറഞ്ഞു പറഞ്ഞ വേപ്പപ്പിനെ കേൾപ്പിക്കാം. വേപ്പപ്പ് വരാൻ പറയാം. എന്നാ വിശേഷമുണ്ട്? ഉം. പിള്ളേരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനിങ്ങോൻ്റെ ഒരു എഴുത്തും എനിക്ക് $20 അയച്ചു. സന്തോഷമായിരുന്നു. അനുഗ്രഹിക്ക്. പിള്ളേരെയൊക്കെ കാണാൻ അങ്ങനെ വളരെ കൊതിയായിട്ടിരിക്കുന്നു. എൻ്റെ മക്കളെ ഇല്ലാത്തതും എനിക്ക് വലിയ ദുഃഖമുണ്ട്. എൻ്റെ മോനെ കാണാൻ ഞാനങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. കാണാൻ പറ്റി സന്തോഷമാണ്. ആരോഗ്യമായി ഫാമിലി ടൂറാണ്. യുവർ ഫാമിലി ശ്രുതിയേ ശ്രുതിയേ ഒന്നും പറയാനില്ലേ? നിന്നോടാണോ ചോദിച്ചേ? നീയാണോ ഡി ശ്രുതി? നിന്റെ പേരെന്തോടി? ജെഫി. ശ്രുതിയേ എന്നാണ്ട് വിശേഷം? നിങ്ങളുടെ അമ്മ ഏത് സമയമാണ്? നിന്റെ അപ്പായ്ക്ക് തന്നെയാണ് ജോലി. അവിടെ ആൾക്കാർ ഞങ്ങൾ തിരിച്ചു വരും. ആ ചെറുപ്പത്തിന് ആരും വന്ന് പറഞ്ഞു. പറയാനല്ല അല്ലെങ്കിൽ അത് നീ അത് കൂടെ ചെയ്തേച്ചു. ഓരോരുത്തരെ ഫോക്കസ് സൗകര്യപ്പെടുത്തി പറയാം, അല്ലെങ്കിൽ വേറെ ആരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ നീ മോനിയെങ്കിൽ മോനിയെങ്കിൽ അമേരിക്കയിൽ ചെന്ന് എന്റെ ചരിത്രം ഇപ്പോഴത്തെ ചരിത്രം പഴയ ചരിത്രം. അല്ലല്ല അവിടെ എന്തോ നടക്കുന്നത്. നമുക്കില്ല നമുക്ക് ഞങ്ങളെ പഴയ ചരിത്രം ചരിത്ര ദിവസം. അയ്യോ അതിന് മറ്റേ എന്നാ ചരിത്ര പറയുന്നേ? നീ അവിടെ പുള്ളി എഴുതുന്നവരും ചാവറ. നിങ്ങൾ സ്വന്തം വിട്ടു തന്നെ കാര്യം പറയാം. ഇങ്ങോട്ട് വേണ്ട. രണ്ടെല്ലന്മാരെ കണ്ടോ? രണ്ടെല്ലന്മാര്, രണ്ടെല്ലികളുടെ രണ്ടെല്ലന്മാര്. മാമ മാമനെ വിളിക്കാം. എല്ലാവരോടും അപ്പേനാണ്, ശ്രുതിയോടും അങ്ങനെ. മീശ പഠിച്ചു എന്നിട്ട് ഇനിയോ ഇങ്ങോട്ടോ? ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. സ്നേഹമുള്ള മോനിയങ്ങളാണ്. ഓ കണ്ടോ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അതുകൊണ്ട് വല്ല നമ്മളെ ഉണ്ടാകുന്നതാണെങ്കിൽ ഉണ്ടാകണം.
താടിയൊക്കെ എടുത്തോടാ. എന്നാ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാ. അപ്പന്റെ ഹൃദയം വേദന. ജയേ റഹ്മാനെ എന്നാ ഉണ്ട് ഇതെവിടാ നമ്മള്? കട്ടൻ താത്തിടണ്ടേ? ഓ നമ്മളിപ്പോ എവിടാ? ഇവിടെ എന്ന് പറഞ്ഞ കോട്ടയത്ത് ആ കൊല്ലാട്ടാണ്. ഇപ്പൊ എവിടെയാ? ആരടി കർട്ടൻ എടുത്ത് പൊതുങ്ങ് നീ എന്ന് പറഞ്ഞ? ജെഫി എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര് പറഞ്ഞ ജെഫി തൂത്തു മാറ്റി. അപ്പച്ചനും മോളോട് നോക്കാനും പറഞ്ഞേ. എന്തോ ചൂച്ചമ്മാത്തി. ഓ